ഉണ്ടോ? എനിക്കറിയത്തില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. അതിന് സിൽവറും ഗോൾഡും ഒക്കെ ഉണ്ട്. പിന്നെ അതിനോട് വെക്കുന്ന നല്ലതായിരുന്നു. നിങ്ങളിപ്പോൾ ഈ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും എല്ലാം ഇപ്പം നിങ്ങളും പ്രമാണിക്കുന്നു. 4:10 വായിച്ചോ, ഗലാത്യർ പെട്ടെന്ന് വായിച്ചോ. ഏതായാലും 8 മണി വരെ സമയം ഉണ്ടല്ലോ. അത് തെറ്റാന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും നിങ്ങളിപ്പോൾ നേരത്തെ അതൊന്നും ഇല്ലായിരുന്നു നിങ്ങൾക്ക്. നിങ്ങൾ അമേരിക്ക വന്ന സമയത്തൊന്നും ഇല്ല. 2 ജോലി ചെയ്യണമായിരുന്നു, അല്ലെ 3 ജോലി. ഇവിടെ ബർത്ത്ഡേ ആഘോഷിച്ചോ? വന്ന സമയത്ത് വല്ലതും ആഘോഷിച്ചോ? നേരമില്ലായിരുന്നല്ലോ. ഇപ്പം ചിലർ ആഘോഷിക്കുന്നില്ലേ? എന്നോട് സത്യം പറഞ്ഞാൽ നമ്മൾ തമ്മിൽ വഴക്കും അലോക്യം ഒന്നും വേണ്ട. നമുക്ക് സമാധാനത്തോടെ പിരിയുകയും ചെയ്യാം. എങ്കിലും എനിക്കൊരു സഹായമായിട്ട് നിൽക്കാൻ പറഞ്ഞതാ. ദൈവത്തിന്റെ മഹത്വം. വന്ന കാലത്തെ ഞാൻ ആരെയും വ്യക്തിവിദ്വേഷത്തിൽ പറഞ്ഞതല്ല, വ്യക്തിഹത്യ ചെയ്തതുമല്ല, തേജോവധം ചെയ്തത് ഞാൻ വചനത്തിന്റെ പ്രമാണം പറഞ്ഞതാ. വന്ന കാലത്തെ അത് നാട്ടിലാന്നേലും ഇവിടെ ആന്നേലും എവിടെ ആന്നേലും ഇങ്ങനെയുള്ള ചടങ്ങുകളും ആഘോഷങ്ങളും ഒന്നുമില്ല. പക്ഷെ ഇപ്പം നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും എല്ലാം പ്രമാണിക്കുന്നു. ഇപ്പം നേരത്തെ ഇല്ലായിരുന്നു. സ്തോത്രം. എന്നാലും കേക്കിൻ്റെ ഒരു പീസ് ഇഞ്ഞു കൊണ്ടുപോകാ മോനെ, ഷുഗർ ഉണ്ടെങ്കിലും നോക്കട്ടെ, മധുരം കണ്ടമാനം മധുരം ഇല്ലെങ്കിൽ ഒത്തിരി വേണ്ട, ഇച്ചിരി മതി എന്ന് പറയുന്നവരും ഇല്ലാതില്ല. കൊച്ചമ്മ പറഞ്ഞെന്നോ മേടിച്ചെന്നോ കേക്ക് കഴിച്ചെന്നോ അല്ല ഞാൻ പറഞ്ഞേ, ഇല്ലാതില്ല എന്നാ ഞാൻ പറഞ്ഞത്. പിന്നെ തന്നെ എല്ലാവരും ശോധന ചെയ്യും, അല്ല ഞാൻ എന്നാ പറയാനാ. അപ്പൊ ശ്രദ്ധിക്കുക, ആരംഭകാലത്ത് ഇതൊന്നുമില്ല, ഭയങ്കര പ്രമാണമാണ്. ദൈവത്തിന് മഹത്വം. അല്ല, പെന്തിക്കോസിന്റെ ആരംഭത്തിൽ മരുന്നെടുക്കാത്തവർക്ക് കർത്തൃമേശ കൊടുക്കുകയല്ലായിരുന്നു, എടുക്കുന്നവർക്ക് കൊടുക്കുകയല്ലായിരുന്നു. ഇപ്പം നമ്മൾ പ്രാർത്ഥന, കർത്താവ് ഞങ്ങളുടെ സഭയ്ക്ക് ഒരു ആശുപത്രി തരണമേ കർത്താവ്, അത്ഭുതം, നീ അത്ഭുതങ്ങളുടെ ദൈവമാണ്, നിനക്ക് കഴിയാത്ത. നേരെ നമ്മൾ കുറ്റവല്ലി പറഞ്ഞു കേട്ടോ. അങ്ങനായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഇരമ്യാ പറഞ്ഞു ഞാൻ കളിക്കാരുടെ കൂട്ടത്തിൽ ഇരുന്നിട്ടില്ല. നമ്മളോ പാസ് 6 അടിച്ചു വിടുന്നു. സെൻട്രൽ പാസ് ഫുട്ബോൾ, ഇപ്പോൾ ഇവിടെ കൈ കൊണ്ടുള്ള ഫുട്ബോളാണ്. എന്തേലും വായിക്ക മനസ്സിലാകുന്നുണ്ടല്ലോ, അതറിഞ്ഞാൽ മതി. കൈ കൊണ്ടോ കാലുകൊണ്ടോ ആട്ടെ. സകല കളിക്കകത്ത് കസേര ഇട്ടേച്ച് ഒരുത്തം മറഞ്ഞത് കിലിക്കിലിക്കിലിക്ക് നമ്മളെല്ലാം ഇങ്ങനെ ഓടി ഇന്നലെ കഴിഞ്ഞ ചാക്കി കയറി കലന്തല്ലി പൊട്ടീന്. കളിക്കാരുടെ കൂട്ടത്തിൽ പോലും ഒരു കാര്യം പറയാം, വചനത്തിനും പ്രമാണത്തിനും നിരക്കാത്തതും യോജിക്കാത്തത് ആര് പറഞ്ഞാലും ഒക്കത്തില്ലെന്ന് പറയണം. അത് മക്കളാന്നേലും കൊള്ളാം, മരുമക്കളാന്നേലും കൊള്ളാം, കൊച്ചുമക്കളാന്നേലും കൊള്ളാം, ഇനി ആരാന്നേലും കൊള്ളാം, തീർത്ത് പറയണം. പിണങ്ങി പറയണ്ട. ഇനി എന്നെ അറിഞ്ഞെടുത്തോളം പോരെ. ദൈവത്തിന്റെ മകത്ത് ഇനി എന്നെ അറിയാം. പണ്ടൊരു തെങ്ങുന്നത് താഴെ വീണ് തലയപ്പറയെ പോയപ്പോൾ ഭാര്യ വന്ന് പറഞ്ഞു, എൻ്റെ ദൈവമേ ഇതിലും വലുത് ഏതാണ്ട്, ഇതിലും വലുത് തലയില്ല, തലയപ്പറ കിടന്ന് പടക്കുക. അവർ ഇതിലും വലുത് ഏതാണ്ട് വരേണ്ടതായിരുന്നു, ഇതിലും വലുത് തന്നെ വരാനാ. ദൈവത്തിന് മഹത്വം. അല്ല, ഞാനെപ്പോഴും പറയും, ഈ ശുശ്രൂഷയിലെ ഒരാൾ യഥാസ്ഥാനപ്പെട്ടാൽ മതി, നമ്മുടെ ശുശ്രൂഷയ്ക്ക് അനുഗ്രഹമാണ്. ആ പെട്ടകത്തിൽ അല്പജനം 8 പേര്, ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. രക്ഷപ്പെട്ടത് അത്രേ ഉള്ളൂ. നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവ് ഉദാഹരണമാ. ചില നമ്മൾ ഒഴിക്കല്ലേ, പിന്നെ ഈ കൊണ്ട ജനമെല്ലാം നശിച്ചു പോവോ? നിങ്ങളിങ്ങനെ ഉപദേശവും പ്രമാണവും പറയുന്നത്, ലക്ഷക്കണക്കിന് ആൾക്കാരല്ലേ അല്ലേ? എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നവരുവാ. കാരണം 4-ാം അധ്യായത്തിനൊടുവിൽ അക്കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങിയെന്ന 5-ന്റെ നേരെ മേളിൽ വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 5-ന്റെ നേരെ മേളിൽ 4-ാം അധ്യായം തീരുമ്പോൾ ഒരു ചെറിയ കണ്ണികയുണ്ടല്ലോ, ആ കണ്ണിക വായിച്ചേ. ആ കണ്ണിക, ആദാമിന് ഒരു മകനുണ്ടായി, ഷേത്തിനൊരു മകൻ ജനിച്ചു, ഏനോശ്. ഇനി അമ്മാമ്മ വായിക്കുക. ഇവിടെ പുറകില് അമ്മ മുമ്പേ വായിക്കാൻ ആഗ്രഹിച്ചതല്ലേ, വായിച്ചേ.
ഇവിടെ മുതൽ അങ്ങോട്ട്. ശേത്തിന് ഒരു മകൻ ജനിച്ചു, അവൻ ഏനോശ് എന്ന് പേരിട്ടു. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. അക്കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന. അപ്പൊ ആരാധന തുടങ്ങി, എല്ലാവരും ആരാധിക്കുക. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ആരാധിക്കുക. അക്കാലത്ത് തുടങ്ങിയെന്ന്. എന്തോന്ന്? ആരാധന. ആരുടെ നാമത്തിൽ? യഹോവയുടെ നാമത്തിൽ. അപ്പൊ എല്ലാവരും ദൈവത്തെ ആരാധിക്കുക. പക്ഷേ രക്ഷപ്പെട്ടത് എത്ര എണ്ണമാ? 8 പേര്. അപ്പം പിന്നെ ആരാധിച്ചവരില്ല എന്ത് ചെയ്യേ? എല്ലാവരും ആരാധിക്കല്ലായിരുന്നോ? ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആൾക്കാർ ആരാധിക്കുക. ആരാധന തുടങ്ങി, നിന്നില്ല, തുടങ്ങി. അവിടെ പ്രൈസ് ആൻഡ് വർഷിപ്പ്, ഇവിടെ പ്രൈസ് ആൻഡ്, അവിടെ ആരാധന, ഇവിടെ നോൺ സ്റ്റോപ്പ് വർഷിപ്പ്. ഇപ്പൊ അങ്ങനെ ഓരോ പേരുകളാ. കൺവെൻഷന്റെ നോട്ട് ഡുനാമീസ്. പണ്ടങ്ങനല്ല, സുവിശേഷ യോഗം. ആൾക്കാർക്ക് മനസ്സിലാകുകയും ചെയ്യും എന്നാന്ന് അവർക്കും. ഇപ്പൊ അങ്ങനല്ലോ, മാരി. നമുക്ക് ഈ പെന്തിക്കോസുകാർക്ക് ചില ശൈലികളുണ്ട് കേട്ടോ. അത് പുറത്തുള്ളവർക്ക് അറിയത്തില്ല എന്നതാന്ന്. അടുത്ത സമയത്ത് ഒരാൾ മരിച്ചു, ഞാനും അടക്കത്തിന് പോവാം. അപ്പം ഈ ഫോട്ടോ വെച്ചേച്ച് എന്തുവാ പറയുന്നത്, ഇങ്ങനെ ഫ്ലക്സ്. അപ്പം അതിൻ്റെ മേളിൽ എഴുതിക്കാം ഓട്ടം തികച്ചു. അപ്പം കൂടെ തന്നെ പുള്ളി സ്പോർട്സിലായിരുന്നു എന്ന് ചോദിച്ചു. നമുക്കറിയാം ഇതന്നെ. കർത്താവിൽ നിദ്ര പ്രാപിച്ചെന്ന് പറഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല. ഇത് നമ്മൾ അകത്ത് കൊടുക്കുന്ന പ്രയോഗമാണ്. എഴുതി ഓട്ടം തികച്ചു. അപ്പം കണ്ട പുള്ളി സ്പോർട്സിലായിരുന്നു. മറ്റേ പുള്ളി പറഞ്ഞു അല്ലല്ല, പുള്ളി ഇവിടെ കന്നാലിയൊക്കെ വളർത്തി. പിന്നെ പിള്ളേരിക്കടെ അമേരിക്ക പോയതിൻ്റെ ഒരു പച്ച സ്പോർട്സിലൊന്നും. പിന്നെ ഓട്ടം കണ്ടോ? നമുക്ക് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. ദൈവത്തിന് മഹത്വം. അപ്പൊ ഇത് തെറ്റാണെന്നും ശരിയാണെന്നും ഇത് പാടില്ലെന്നും ഒക്കെ തീർത്ത് പറയണം. പറഞ്ഞു നോക്കുള്ളൂ. ശുദ്ധവും അശുദ്ധവും മലിനവും നിർമ്മലവും തമ്മിൽ വേർതിരിച്ചു കൊടുക്കണം. അങ്ങനെ ആ പുസ്തകത്തില് പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ അവന്റെ അധരം പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ച് പഠിക്കുകയും ചെയ്യണം. അതുകൊണ്ടാ പുതിയ നിയമത്തിൽ വന്നപ്പോൾ കർക്കശമായി പറഞ്ഞു, ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം. ഒറ്റ രാത്രി കൊണ്ടാ പാസ്റ്റർമാരാകുന്നത്. ഉപദേശം എന്നാ, പ്രമാണം എന്നതാ, ഇത് ഞങ്ങളുടെ ഒരു പാപ്പച്ചാൻ പറഞ്ഞില്ല, ചക്കന്ന പുക്കന്ന ഇവനറിയാൻ മേല. ഈ രാജ്യത്ത് മാത്രമല്ല, എവിടെ എല്ലാവരും അങ്ങ് പാസ്റ്റർമാരാ. ചുരുക്കി പറഞ്ഞ ഒറ്റ പോലീസില്ല, മുഴുവൻ SI. ഞാനൊരാൾ ചോദിച്ചു, ഈ 10-15 എണ്ണം വന്ന് ഇവിടെ കുത്തിയിരിക്കേണ്ട വല്ല കാര്യമുണ്ട്? എവിടോട്ടെങ്കിലും പോയി വേല ചെയ്യാൻ മേലെ? 10-15 വന്ന് ചുമ്മാ നത്ത് കുത്തിയിരിക്കും പോലെ. എന്നിട്ട് നമ്മൾ അവസരം കൊണ്ട് വയൽ വിളഞ്ഞിരിക്കുന്നു, അതിന് നിനക്കെന്നാ? ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം. ഉപദേശ വിഷയത്തിൽ തീർത്ത് കാര്യം പറയണം. തെറ്റാന്നും ശരിയാന്നും ശുദ്ധവും അശുദ്ധവും മലിനവും നിർമ്മലവും തമ്മിൽ വകതിരിച്ചു കൊടുക്കണം. എല്ലാത്തിനും ചാടരുതെന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. എല്ലാത്തിനും തുള്ളരുതെന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. ആ ഭാഗം അങ്ങനെ അങ്ങ് വിടുക. ദൈവത്തിന് മഹത്വം. കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല. അഥവാ അവരങ്ങനെയുള്ള കാര്യം പറയാൻ മോനെ നമുക്കിത് പറ്റുകയില്ല. നമ്മുടെ പ്രമാണം ഇതാ. ഇത് അപ്പയും അമ്മയും കൂടെ ഉണ്ടാക്കിയ പ്രമാണമല്ല, സ്വർഗത്തിലെ ദൈവം വെച്ച പ്രമാണമാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഞാനും നിന്റെ അപ്പനും അല്ലേ, നിന്റെ അമ്മയും ഞാനും കൂടെ ഇരുന്നുണ്ടാക്കിയ പ്രമാണമല്ല, ഇത് സ്വർഗത്തിലെ പ്രമാണമാണ്. ഇത് വെച്ചാ നമ്മളെ ന്യായം വിധിക്കാൻ പോകുന്നേ. ഒരു ന്യായവിധിയുണ്ട്. ആമൻ. ന്യായാസനത്തിന് മുമ്പാകെ ഞാനും നിങ്ങൾ നിൽക്കണം, കണക്ക് കൊടുക്കണം. ഇത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് ശാന്തമായിട്ടും സൗമ്യമായിട്ടും സ്നേഹത്തിൽ പറഞ്ഞു കൊടുത്തവരെ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്.
പ്രൈസ് ദി ലോർഡ്. ആട്ടെ, ഞാൻ ആ ഭാഗം എടുക്കുക. കർത്താവിന്റെ മകത്വം. അപ്പൊ കോരേശ് ജനിക്കുന്നതിന് 136 വർഷം മുമ്പ് ഈ ദൂത് പറയുകയാ. അപ്പൊ ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിലെ വിഷയമാണ് ഇവിടെ വെളിപ്പെട്ടിരിക്കുന്നത്. കഥകളെല്ലാം തുറന്നിരിക്കും. ഇവന് മഹത്തുക്കൾക്ക് 1000 പേർക്ക് വിരുന്നുമൊക്കെ ഒരുക്കി ബർത്ത്ഡേ ആഘോഷം, സ്തോത്രം, ആഘോഷമെല്ലാം നടത്തി 1000 പേര് സെലക്ട് ചെയ്ത ആൾക്കാരെ വിളിച്ചു. അപ്പോൾ പുള്ളിക്ക് ഒരു ആഗ്രഹം, എന്തെങ്കിലും ഒന്ന് വല്ല ഷാർജ ഷെയ്ക്കാന്നേ കുഴപ്പമില്ല, നാരങ്ങാവെള്ളം ആന്നേലും കുഴപ്പമില്ല, അടിച്ചത് വേറെയാ. സ്തോത്രം, വീര്യമുള്ളത്. അപ്പം പരിചാരകർ പറഞ്ഞു, തിരുമേനി ഇച്ചിരി കൂടെ എടുക്കട്ടെ. ഉടനെ പുള്ളി ഇച്ചിരി അടിച്ച് കിറങ്ങിയപ്പോൾ ഒരു കാര്യം ചെയ്യും, എൻ്റെ അപ്പച്ചൻ അങ്ങ് യെരൂശലേമിൽ നിന്ന് കൊണ്ടുവന്ന കുറേ പാത്രം നമ്മുടെ ദേവൻ്റെ ക്ഷേത്രത്തിൽ വെച്ചിട്ടുണ്ട്, രഹസ്യ അറയിൽ. അത് യഹൂദന്മാരുടെ പള്ളിയിൽ ഉപയോഗിച്ച പാത്രമാണ്, പൊൻവെള്ളി പാത്രം. അത് താഴത്തെ അറയിലിരിപ്പുണ്ട്. ഒരു കാര്യം ചെയ്യാം, അതിഞ്ഞെടുത്തോണ്ട് പോവാ. എന്നാൽ ഈ ഉള്ള പാത്രത്തിൽ കുടിച്ചേച്ച് അവിടെ എങ്ങാനും കിടന്നാൽ പോരെ? ദൈവം പിടിക്കാൻ സമയമായി, അതാ ഈ ഇളകുന്നതേ. അപ്പം ഭൃത്യന്മാരെ താഴോട്ട് വിട്ട് രഹസ്യ അറയുന്ന പാത്രം മുഴുവൻ എടുപ്പിച്ച് ആ പൊൻവെള്ളി പാത്രങ്ങളിൽ മുഴുവൻ വീഞ്ഞ് നിറച്ച് ഇവനും പരിചാരകന്മാരും വെപ്പാട്ടികളും എന്ന് വേണ്ട മുഴുവനെണ്ണം വഴിവിട്ട് വ്യവസ്ഥ തെറ്റി അടിച്ചു കിറുങ്ങി മുഴുവനുണ്ട്. അപ്പം ഈ ബാബിലോണിനെ പറ്റി പഠിച്ചിട്ടുള്ളവരും കണ്ടിട്ട് അതിൻ്റെ ചരിത്രം നന്നായിട്ട് മനസ്സിലാക്കിയവർ പറയുന്നത് തൂക്കുവനം ഉണ്ടായിരുന്നെന്നും ആ മതിലേ കൂടെ തന്നെ ഇത്ര രഥങ്ങൾ ഓടാമായിരുന്നെന്നും ആ മതിൽ തന്നെ വലിയ വീടുകളുണ്ടായിരുന്നെന്ന, അതിലൊരു വീട്ടിലായിരുന്നു ദാനിയേൽ പാർത്തെന്ന. അല്ലാതെ ആഴത്തെ വീട്ടിലല്ല, മതിലിൻ്റെ മുകളിൽ പ്രത്യേക വീട്, ആ വീട്ടിനകത്ത് ദാനിയേൽ പാർത്തു. ആ വീടിൻ്റെ കഥകാണ് യെരൂശലേമിന് നേരെ തുറന്നിട്ടത്. അപ്പോൾ പുള്ളി അവിടെ ആ പാർത്തെന്ന്. വലിയ വീതിയുള്ള മതിൽ, അതിൻ്റെ താഴെ വലിയ കിടങ്ങ്, കിടങ്ങിനകത്ത് മുതല, ചീങ്കണ്ണി, ഒരു തരത്തിൽ അകത്ത് കയറാൻ മേല. പിന്നെ ഈ ബാബിലോൺ സാമ്രാജ്യത്തിനകത്ത് ചുറ്റും മതിൽ, അതിനകത്ത് കിടങ്ങ്, അത് മുതല, പിന്നെ കൊച്ചുമതിൽ, പിന്നെ വലിയ രാജവീതി. അപ്പോൾ ഇതിന് പ്രധാന 4 വാതിൽ, പിന്നെ ചെറിയ വാതിലുകൾ എല്ലാം കൂടെ അത് തന്നെ 100 വാതിൽ. ആ 100 തുറന്ന കാര്യമാ യെശയ്യാവ് 45 വാതിലുകൾ. സ്തോത്രം. ഈ വാതിലിനെ പറ്റി പഠിച്ചിട്ടുള്ളവര്, ചരിത്രം പഠിച്ചിട്ടുള്ളവർ പറയുന്നത് എല്ലാ വാതിലും തുറക്കത്തില്ല. അത് രഹസ്യമായ അജണ്ട പ്രകാരം ഒരു ദിവസം ഈ 100 വാതിലിൽ ഏതെങ്കിലും ഒരു വാതിൽ തുറക്കും. അത് രാജാവിന് കയറി ഇറങ്ങിയപ്പോൾ എല്ലാ വാതിലും തുറക്കത്തില്ല. അത് ഓരോ ദിവസവും ഈ 100 വാതിലിൽ ഏതെങ്കിലും ഒരു വാതിൽ തുറക്കും. അത് ആർക്കും അറിയത്തുമില്ല. പക്ഷെ അന്ന് രാത്രി അടിച്ച് കിറങ്ങിക്കഴിഞ്ഞപ്പം സകല വാതിലും യുവമാർ തുറന്നിട്ട് ആ ശൈലിയിൽ അങ്ങ് പറയാം. അടിച്ചു കിറങ്ങിയപ്പം രാജാവ് ചോദിച്ചു, എടാ വാതിലടച്ചോ എന്ന് ചോദിച്ചു. സാധാരണ ഒരു വാതിലാ, ഇത് വലിയ വിരുന്നായതുകൊണ്ട് എല്ലാ വാതിലും അങ്ങ് തുറന്നു കഴിഞ്ഞാൽ ഇത് അടയ്ക്കേണ്ടതാ. ഇവന്മാർ അടിച്ച് കിറങ്ങി നിൽക്കുക, വാതിലടച്ചില്ല. രാജാവ് ചോദിച്ചു അടുത്ത് നിന്ന പുറത്തിനോട്, എടാ ഞാൻ എൻ്റെ ശൈലി പറയാം കേട്ടോ, വാതിലടച്ചു വന്നു. അപ്പം ഇത് ചെന്ന് കഴിയുമ്പോൾ അപ്പൻ ഏതാ, അമ്മ ഏതാ, ചേട്ടൻ ഏതാ, ചേട്ടത്തി ഏതാന്ന് അതുവരെ തിരുമേനി എന്ന് പറഞ്ഞു വന്നവൻ ഇത് ചെന്ന് പറഞ്ഞു, അളിയ എല്ലാ വാതിലും അടച്ചെന്ന്. ചക്രവർത്തി തിരുമനസിനെ വിളിക്കുക. അല്ല ഇത് ചെന്ന് കഴിയുമ്പം മറ്റൊരു ഇവൻ പറയുന്നത് എന്ത് ബഹുമാനത്തോടെ പറയുന്നത്, തിരുമേനി അങ്ങന്ന് അവിടുന്ന് അങ്ങനെ പറഞ്ഞവൻ ഇത് ചെന്ന് കഴിഞ്ഞ അളിയ വാതിലെല്ലാം സകല വാതിലും തുറന്നു കിടക്കുക. അന്താരം സ്തോത്രം കോരേശന്റെ നേതൃത്വത്തിൽ ഇരച്ചിങ്ങോട്ട് കയറി.
അവർ വന്ന് നോക്കുമ്പോൾ മുഴുവൻ വാതിലും തുറന്ന് കിടക്കുക. ഇത് നമുക്ക് യാദൃച്ഛികമെന്ന് തോന്നിയാലും കോരേജ് ജനിക്കുന്നതിന് 136 കൊല്ലം മുമ്പ് പ്രവചനാത്മാവിൽ എഴുതി വെച്ചു വാതിൽ മൊത്തം തുറക്കുമെന്ന്. സ്തോത്രം. നിനക്ക് വേണ്ടി ദൈവം വാതിൽ തുറക്കും. നിനക്ക് വേണ്ടി അടയ്ക്കപ്പെട്ട വാതിൽ ദൈവം തുറക്കും. ദൈവം തുറന്നാൽ ആരും അടയ്ക്കത്തില്ലെന്ന്, ദൈവം അടച്ചാൽ ആരും തുറക്കത്തില്ല. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ദാവീദിന്റെ താക്കോൽ തോളിലുള്ള യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇത് പ്രവചന വിഷയമാ. കോരേശനോട് ബന്ധപ്പെട്ടെങ്കിലും ഇന്ന് രാത്രി നമ്മോട് ബന്ധപ്പെട്ട് അവൻ ശത്രു അടച്ചു വച്ചിരിക്കുന്നതിന് ദൈവം തുറന്നു തരും. നിന്റെ നന്മയ്ക്കെതിരെ, കുടുംബത്തിനെതിരെ, ഭാവിക്കെതിരെ, ശുശ്രൂഷയ്ക്കെതിരെ, ദൈവസഭയ്ക്കെതിരെ, ആയുസ്സിനെതിരെ, ആരോഗ്യത്തിനെതിരെ ശത്രു ചിലതൊക്കെ അടച്ചു വച്ചിട്ടുണ്ടെങ്കിൽ വചനത്തിന്റെ വെളിച്ചത്തിൽ പറയുക, ദൈവം അത് തുറന്നു തരും. ദൈവം തുറന്നാൽ ആരും അടയ്ക്കത്തില്ല, ദൈവം അടച്ചാൽ ആരും തുറക്കത്തില്ല. ഇന്ന് രാത്രി വിശ്വസിച്ച് സ്തോത്രം ചെയ്യ്. വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം വഴി തുറക്കും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. അഴിയിൽ പാതയൊരുക്കുമവൻ ആശ്രിതർക്കാപത്തൊഴിക്കുമവൻ. അഴിയിൽ പാതയൊരുക്കുമവൻ ആശ്രിതർക്കാപത്തൊഴിക്കുമവൻ. ആദിവ്യാപാലത്തിൽ ആശ്രയിച്ചോരാരും ആലംബഹീനരായി. ആദിവ്യാപാലത്തിൽ ആശ്രയിച്ചോരാരും ആലംബഹീനരായി നാദില്ല. ഏകാലത്തു തൻ ഭക്തർ തൃക്കൈയാൽ താങ്ങി നടത്തുമവൻ. കഷ്ടതയിൽ നൽതൂണത ദുഃഖത്തിൽ ആശ്വാസ താൻ. കഷ്ടതയിൽ നൽതൂണത ദുഃഖ. അതാണ് നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാൻ കർത്താവിന് മഹത്വം. അപ്പൊ കോരേശ് ജനിക്കുന്നതിന് മുമ്പ് ദൈവാത്മാവ് എഴുതി രേഖപ്പെടുത്തി, കോരേശന്റെ ഇടയൻ അവന്റെ ഹിതമെല്ലാം നിവർത്തിക്കും, യെരൂശലേമിന് അടിസ്ഥാനമിടും, മാത്രമല്ല അവന് വേണ്ടി സകല വാതിലും ഞാൻ തുറന്നു കൊടുക്കും. താഴോട്ട് ഒത്തിരി കാര്യം വായിപ്പിക്കണം, സമയം അനുവദിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ആ ഭാഗം വിടുക. മാത്രമല്ല പ്രവാചകന്മാര് ഈ വിഷയത്തെ പറ്റി പ്രവചിച്ചു. യിരെമ്യാവ് പ്രവചിച്ചു. യിരെമ്യാ പ്രവചനം 25-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോ. 70 സംവത്സരം തികയുമ്പോൾ ഞാൻ ബാബേൽ രാജാവിനെയും 70 വർഷം. അപ്പൊ 70ന്റെ കണക്ക് യിരെമ്യാവിൽ കൂടി ദൈവം പറഞ്ഞു. ആ 29-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം കൂടെ വായിച്ചേ. യിരെമ്യാവ് 29-ന്റെ 12 വായിച്ചേ. അതിന്റെ എത്രയാ വായിച്ചേ? 29-ന്റെ 10 മുതൽ വായിച്ചേ. ബാബേലിലെ 70 സംവത്സരം. അപ്പൊ ഇവിടെ കണക്ക് കൊടുക്കുക 70 സംവത്സരം. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 36-ാം അധ്യായത്തിന്റെ 21, 22 ചേർത്ത് വായിച്ചേ. ഇതെല്ലാം നമുക്ക് അറിവുള്ള വാക്യമാണെന്ന് വായിപ്പിക്കുന്നതേ ഉള്ളൂ. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 36-ാം അധ്യായത്തിന്റെ 21, 22. യിരെമ്യാവ് മുഖാന്തരമുണ്ടായ യഹോവയുടെ വചനം 70 സംവത്സരം. അപ്പൊ ഇവിടെ അല്ല, 70 സംവത്സരം കഴിഞ്ഞ് ഇവരെ ബാബേലിൽ നിന്ന് മടക്കി വരുത്തു വന്ന. ദാനിയേൽ 9-ന്റെ 2 കൂടെ വായിച്ചോ ഇതിനോട് ചേർത്ത്. ദാനിയേൽ 9-ന്റെ 2. 70 സംവത്സരം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവർ ഈ ദൈവത്തിന്റെ ഹിതമല്ലാത്ത കാര്യമെല്ലാം ചെയ്ത് ബാബേലിൽ അടിമകളായി പോയെങ്കിലും കർത്താവ് ഈ ജനത്തോട് കരുണ തോന്നും.
ഈ വിലാപങ്ങളിലൊരു വാക്യമുണ്ട്, എന്നേക്കും തള്ളിക്കളയുകയല്ല. എന്നേക്കും തള്ളിക്കളയത്തില്ല. അല്ല, അവനെ ഇവരെ ശിക്ഷിക്കും. മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ അതാ ദുഃഖിപ്പിക്കുന്നതേ. 3-ാം അധ്യായത്തിലല്ലേ വിലാപങ്ങൾ? ഒന്ന് വായിച്ചേ. അതിന്റെ തൊട്ട് മുകളിലത്തെ വാക്യം ഒന്ന് വായിച്ചേ അമ്മാമേ. അല്ല, അതിന്റെ മേളിലത്തെ വാക്യം. എന്നേക്കും തള്ളിക്കളയുകയല്ല. അതുകൊണ്ടാ പറഞ്ഞേ 70 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുത്തുവന്ന്. എന്നേക്കും തള്ളിക്കളയുകയല്ല. 70 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുത്തി, എന്നേക്കും തള്ളിക്കളയുകയില്ല. അടുത്ത വാക്യം. ദുഃഖിപ്പിച്ചാലും മഹാദയക്കൊത്തവണ്ണം ദൈവത്തിന് കരുണ തോന്നും. അടുത്തത്, മനസ്സോടെ അല്ലല്ലോ. അപ്പൊ മനസ്സോടല്ല എന്ന് പറഞ്ഞാൽ ചില ദുഃഖവും കഷ്ടതയും രോഗവും പീഡയും വരുമ്പോ നീ വെറുതെറുക്കരുത്. ദൈവം അറിയാതല്ല, ദൈവം അനുവദിച്ചാ, ദൈവം സമ്മതിച്ചിട്ടാ. മനസ്സോടല്ല നിന്നെ ദുഃഖിപ്പിക്കുന്നത്. പിന്നെ എന്തിനായി ദുഃഖം വരുന്നത്? ഒരു മാനസാന്തരത്തിനാ, ഒരു അനുതാപഹൃദയത്തിനാ. ഞാനും നിങ്ങളൊന്നും മടങ്ങി വരാനാ. ഈ രോഗം നിന്നെ മുടിച്ചു കളയാനല്ല, ഒരു മടങ്ങിവരവിനാ. ഈ ബുദ്ധിമുട്ട് നിന്നെ തകർത്ത് കളയാനല്ല, ഇതൊക്കെ ദൈവം മാറ്റിത്തരും. പക്ഷെ ഞാനും നിങ്ങൾ ഒന്ന് മടങ്ങി വരാനാ. ഈ പ്രശ്നം ദൈവം നിന്നെ ഉപേക്ഷിച്ചതല്ല, ഞാനും നിങ്ങൾ ഒന്ന് യഥാസ്ഥാനപ്പെടാൻ വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ 70 വർഷം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരും. പ്രവചനം പറഞ്ഞു. ആ പ്രവചനത്തിന്റെ നിവർത്തി എന്ന വണ്ണമാ എസ്രായുടെ പുസ്തകം. ഇനി എസ്രാ 1:1 വായിച്ച അപ്പൊ ക്ലിയർ ആകും. യിരെമ്യാവ് മുഖാന്തരം ഉണ്ടായ മതി, തുളഞ്ഞല്ലോ. അപ്പൊ യെശയ്യാ പ്രവചനം 44-ാം അധ്യായത്തിന്റെ 27, 28, 45-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ടും, ദാനിയേൽ പ്രവചനം 9-ന്റെ 2, ദിനവൃത്താന്തം 36-ന്റെ 21, 22, യിരെമ്യാവ് 25-ന്റെ 12, 29-ന്റെ 10 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളെല്ലാം നിവർത്തീകരിക്കേണ്ടതിന്. അതാ എസ്രായുടെ പുസ്തകം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ ഞങ്ങൾക്കിതെല്ലാം നേരത്തെ മനസ്സിലായ വിഷയങ്ങളാ. അല്ല, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ദൈവത്തിന്റെ മഹത്വം. ഇതാണ് ഇതിന്റെ ചരിത്ര പശ്ചാത്തലം. യിരെമ്യാ മുഖാന്തരം ഉണ്ടായ അരുളപ്പാട് നിവൃത്തിയാകാൻ. അതാണ് എസ്രായുടെ പുസ്തകത്തിന്റെ തുടക്കം. ഈ എസ്രായുടെ പുസ്തകം പഠിക്കുമ്പോൾ ആ പുസ്തകത്തിൽ 2 പേരുടെ നേതൃത്വത്തിലായി ഇവർ മടങ്ങി വന്നത്. ഒന്ന് സെരുബാബേല്, 2 എസ്ര. 2 പേരുടെ നേതൃത്വത്തിലാണ്. 2-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വായിച്ചേ. സെരുബ്ബാബേലിനോട് വന്നവർ യേശുവ, നെഹമ്യാവെ, സരായി. എല്ലാവരുടെയും പേരാ, അത് വായിച്ചാൽ നേരം വിളക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ വന്നവര്. ഏതാണ്ട് ഒരു 50,000-ഓളം പേര് വന്നു. 50,000 സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ. പിന്നെ വന്നത് എസ്രായുടെ നേതൃത്വത്തില. 7-ന്റെ 1 വായിച്ച. 7-ന്റെ 1. എസ്രാ ബാബേലിൽ നിന്ന് വന്ന് അവന്റെ കൂടെ വന്നവരുടെ കാര്യം താഴോട്ടും പറയുന്നുണ്ട്. അപ്പൊ 2 പേരുടെ നേതൃത്വത്തിലായി ഇവര് ബാബേലിൽ നിന്ന് വന്നത്. വരാത്തവരുടെ ചരിത്രമാ എസ്തേറിന്റെ പുസ്തകം. അങ്ങനെ പഠിച്ചോണം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ? ബാബേലിൽ നിന്ന് 2 പേരുടെ നേതൃത്വത്തിൽ വന്നു. ഒന്നാമത് സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ വന്നു. ഏതാണ്ട് 50,000 ചില്ലുവാനം ആൾക്കാർ. രണ്ടാമത്തെ ഗ്രൂപ്പ് എസ്രായുടെ നേതൃത്വത്തിൽ 10,000 ചില്ലുവാനം. വരാത്ത ആൾക്കാരുടെ ചരിത്രമാ എസ്തേറിന്റെ പുസ്തകം. നമ്മുടെ വിഷയം അതല്ല, അതവിടെ നിൽക്കട്ടെ. ഇങ്ങനെ ഇവര് ബാബേലിൽ നിന്ന് മടങ്ങി യെരൂശലേമിലേക്ക് വന്നു. അതിലെ ഈ സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ വന്നവരാ ദൈവാലയം പണിതത്. ദൈവാലയം. എസ്രായുടെ നേതൃത്വത്തിൽ വന്നവര് നെഹമ്യാവ് അതിലെ നേതൃത്വം. എന്തെങ്കിലും ഈ
ആലയം സെരുബാബേലിന്റെ നേതൃത്വത്തിൽ പണിതു. ഇനി മനസ്സിലാകുന്ന ഭാഷ പറയാം. ബിൽഡിങ്ങേ, മതിലും ബിൽഡിങ്ങും അല്ലാതെ വലിയ പണിയാ, വലിയ പൊത്തപ്പാടാ. പക്ഷേ ജനത്തെ പണിതത് എസ്രായ. പള്ളി പണിയുന്നതിലും ബുദ്ധിമുട്ടാ ജനത്തെ പണിയുന്നത്. മനസ്സിലാകുന്നില്ല? അല്ല, മനസ്സിലാകുന്നുണ്ട്. കാശുണ്ടെങ്കിൽ ബിൽഡിങ് പണിയാം, പക്ഷെ കാശ് കൊണ്ട് ജനത്തെ പണിയാനൊക്കത്തില്ല. കാരണം അച്ചാൻ്റെ കയ്യിൽ $5 ലക്ഷം ഉണ്ട്, പുള്ളിയുടെ 10 ലക്ഷം ഉണ്ട്. പിന്നെ എന്നാ പണി നടത്താന്? മാങ്ങയാന്നോ മൂത്തത്, മാങ്ങാണ്ടിയാന്നോ മൂത്തത്? നാട്ടിലൊരു ചൊല്ലുണ്ട്, ഒരു നാഴിക്കകത്ത് കാശ് കൊണ്ട് പണി നടക്കുകയില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടല്ലോ? നിങ്ങൾക്ക് രണ്ടുപേർക്ക് മനസ്സിലായാൽ മതി, കാര്യം റെഡിയാകും. കാശ് കൊണ്ട് ബിൽഡിംഗ് പണിയാം, കെട്ടിടം പണിയാം, പക്ഷേ ജനത്തെ പണിതെടുക്കുന്നതാ ബുദ്ധിമുട്ട്. സെരുബാബേലും നെഹമ്യാവും ഒക്കെ കെട്ടിടം പണിതു, അതിന് മതിലും ബിൽഡിങ്ങും ഒക്കെ ആലയമേ. പക്ഷെ വേറെ കാര്യമുണ്ട്, ആലയം പണിയും പ്രശ്നമാണ്. അതെ, ആലയം പണിയും പ്രശ്നമാണ്. ഈ ആലയം പണിയുടെ സമയത്ത് ഇവർ മടങ്ങി വന്നപ്പോൾ ഈ അന്ന് ഉണ്ടായിരുന്ന കുരുക്കുകാര് സെരുബാബേൽ ആലയം പണിയാൻ തുടങ്ങി. അന്നേരം പ്രശ്നമായി. ആ ഇവര് മതിൽ പണിയുന്നെന്നും ആലയം പണിയുന്നെന്ന് കേട്ടവന്മാര് വൈരികൾ. 4:1 വായിച്ച എസ്രാ 4:1. പ്രവാസികൾ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മന്ദിരം പണിയുന്നു എന്ന് യഹൂദയുടെയും ബെന്യാമിന്റെയും വൈരികള് കണ്ടോ അവന്മാര് കേട്ടു. പള്ളി പണിയുന്നെന്ന്, ചർച്ച് പണിയാൻ പോവുക. വേറെ എന്ത് പണിതാലും പ്രശ്നമില്ല, ചർച്ച് പണിയുന്നതാ. അതെ. അന്നൊരു ഭയങ്കര നിയമങ്ങളാ. ലൈവ് ആയതുകൊണ്ട് എനിക്കെല്ലാം പറയാനൊക്കത്തില്ല. ലൈവ് നിർത്തി കഴിയുമ്പോൾ ഞാൻ പറയേണ്ടത് നിങ്ങൾക്ക് അറിയാമല്ലോ. അല്ല, വേറെ എന്ത് പണിതാലും വലിയ കുഴപ്പം ഇല്ല, ഇത് പണിയുമ്പോഴാണ് പ്രശ്നം. ചിലര് അങ്ങ് എഴുന്നേക്കും. ഞാൻ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്. എങ്ങനെയാ പറയുന്നത്? മനസ്സിലാകുന്നുണ്ടോ? അല്ല, ആലയം പണിയുമ്പോഴാ പ്രശ്നം. എന്താ ആലയത്തിന്? ഇത് ദൈവാലയമാ. ഈ ആലയം ജീവനുള്ള ദൈവത്തിന്റെ ആലയമാ. മറ്റെന്ത് പണിതാലും വിഷയമല്ല. കാരണം ജീവനുള്ള ദൈവം ഒരുവനേ ഉള്ളൂ, നസറയനാകുന്ന യേശു ക്രിസ്തു. അവിടുന്ന് സത്യദൈവമാണ്, നിത്യദൈവമാണ്, ഏകദൈവമാ, സാക്ഷാൽ ദൈവമാ, ജീവനുള്ള ദൈവമാ. പൗലോസ് പറഞ്ഞിരിക്കുന്നത് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തു.
രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ. മഹത്വരാജനായി നിന്നിലേക്കിന്നവ എഴുന്നള്ളിയിടട്ടെ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ. മഹത്വരാജനായി നിന്നിലേക്കിന്നവൻ ആമേ. വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്. അകൃത്യമൊക്കെയും അനുതാപത്തോടേറ്റു പറയുവീനാമേ. വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്. അകൃത്യമൊക്കെയും അനുതാപത്തോടേറ്റു പറയുവീ. പാപം പോക്കിടൂ, നിൻ രോഗം നീക്കിടും. പാപം പോക്കിടൂ, നിൻ രോഗം നീക്കിടൂ. ശുദ്ധനാക്കി നിന്നെ സ്വന്തം പുത്രനാക്കിടും. ശുദ്ധനാക്കി നിന്നെ സ്വന്തം ആമേ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ. മഹത്വരാജനായി നിന്നിലേക്ക് എഴുന്നള്ളിയിടട്ടെ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ മഹത്വരാജനായി നിന്നിലേക്ക് ഇന്നവൻ എഴുന്നള്ളിയിട. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. അപ്പൊ സത്യദൈവം നിത്യദൈവം. ഞാൻ പറയാറുണ്ട് എപ്പോഴും, എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ നിങ്ങളോട് പറയാ, ഈ ആയുസ് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം സത്യദൈവമായ, നിത്യദൈവമായ, ഏകദൈവമായ, സാക്ഷാൽ ദൈവമായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാനും ആ കർത്താവിനെ ആരാധിക്കുവാനും, ഒന്നുകൂടെ പറഞ്ഞാൽ ആ കർത്താവിനെ ശുശ്രൂഷിപ്പാനിടയായത് ഏറ്റവും വലിയ മഹാഭാഗ്യം. ഞാൻ എൻ്റെ ചെറിയ അനുഭവം പറയാം. എനിക്ക് ഭയങ്കര സംതൃപ്തിയാണ്. നിരാശയൊന്നുമില്ല. എന്നെ കണ്ടാൽ നിരാശ വല്ലതും പറയുമോ? അല്ല, ഒരു തരത്തിലും പറയത്തില്ലല്ലോ. ഈ ചിലരൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാം. അപ്പം ഞാൻ ഏത് ഫോട്ടോയിലും ചിരിച്ചേ നിൽക്കുകയുള്ളൂ. ചിരിച്ചേ എന്തിനാ കരയുന്നത്? നമ്മൾ കരഞ്ഞിട്ട് എന്നാ സാധിക്കാനാ? നമുക്ക് വേണ്ടി ഒരുവനെല്ലാം സഹിച്ചു. പിന്നെ ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി കരയാറുണ്ട്. ജനം വിടുവിക്കപ്പെടുവാൻ കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. അത് വേറെ വിഷയം. അല്ലാതെ കൂവിയും കരഞ്ഞു ഒന്നും നടക്കരുത്. സ്തോത്രം. നല്ല സംതൃപ്തിയാണ്. ഒരിക്കൽ ഞാൻ പറഞ്ഞു, എനിക്കൊന്നും ഒരു വിഷയമുണ്ട്. ഒരു തള്ള പറഞ്ഞു, എന്നാ ഭാരപ്പെടാൻ, ഇങ്ങനെ കുളിയും കഴിഞ്ഞ് പൊത്തമായിട്ട് നടന്നാൽ പോരെയെന്ന്. അവരെന്നോട് പറയുക. ഞാൻ പിന്നെ പറഞ്ഞു, തള്ളേ നിങ്ങളെല്ലാവരോടും കയറി കുത്തും പോലെ എന്നോട് കയറി വിവരം അറിയിക്കത്തില്ലെങ്കിലും കാര്യം പറഞ്ഞു കൊടുക്കും. ദൈവത്തിൻ്റെ മുഖത്ത്. പിന്നെ അല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പ്രശ്നമുള്ളവരാ. ഒന്നല്ലെങ്കിൽ എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും നാട്ടിലൊരു പഴമൊഴിയുണ്ട്, നിങ്ങൾക്കറിയാം, ആനയ്ക്ക് തടി വാര് കയറുമ്പിന് അരിവാര്. എല്ലാവർക്കും ഉണ്ട്. ഭാരമില്ലാത്തവരാരാ ഇവിടെ ഇരിക്കുന്നത്? എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റ്. പക്ഷേ നമുക്ക് അത് നിരാശപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ സകല ഭാരങ്ങളും വഹിക്കുന്ന ഒരുവനുണ്ട്. നാളുതോറും നമ്മുടെ ഭാരങ്ങൾ ചുമക്കുന്ന ഒരുവനുണ്ട്. സംതൃപ്തരായിട്ട് ജീവിക്കണം. പൗലോസ് പറഞ്ഞത് ആഴ്ചയിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും എനിക്കറിയാം. എന്നിട്ട് പറഞ്ഞു, എല്ലാം ഞാൻ ശീലിച്ചിട്ടുണ്ടെന്ന്. എല്ലാം ശീലിക്കണമല്ലോ. അവിടൊരു പദം പറഞ്ഞു, ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ടെന്ന്. സമൃദ്ധിയായിട്ടും ഇരിക്കുന്നു. അതല്ലേ നമുക്കിപ്പോഴും അങ്ങോട്ട് തൃപ്തി വരുന്നില്ല. പക്ഷേ ചില വിഷയങ്ങളുണ്ട്, പ്രാർത്ഥിക്കണം. ഉണ്ട്. മോന്ത തെളിയുന്നില്ലല്ലോ. നാടൻ ഭാഷ അങ്ങ് പറഞ്ഞേക്കുക. തൃപ്തിയില്ലല്ലോ. എനിക്ക് ഈ സന്തോഷിക്കാനുള്ള, ഞാൻ ദൈവത്തെ അധികമായിട്ട് മഹത്വപ്പെടുത്തുന്നതിൻ്റെ ഒന്ന് രണ്ട് കാര്യം പറയാം. നിങ്ങളുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയാമല്ല, എൻ്റെ കാര്യം പറയാം. ഞാൻ എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്. എനിക്ക് സന്തോഷിക്കാൻ കാര്യം, നാളത്തെ എനിക്കറിയത്തില്ല, ഇന്ന് വരെയുള്ള കാര്യമാണ്. ഒന്ന്, ഇപ്പം എനിക്ക് 49 വയസ്സാകുന്നു. അത്ര ഉള്ളേ. എന്നാലും ചോദിച്ചു, 65 കഴിഞ്ഞോ എന്ന് ചോദിച്ചു. അല്ല, ഈ സ്വരൂപം മേലെടുത്തും കണ്ട് ചോദിച്ചതാ. 65. ഒരിക്കലെ കൂടെ ഒരു സഹോദരനുണ്ടായിരുന്നു, വണ്ടിയൊക്കെ ഓടിക്കുന്നവന്. അവനും 10-25 വയസ്സുണ്ട്. അപ്പോൾ അവനുമായിട്ട് പോയപ്പം വേറൊരു അമ്മ യോഗം കഴിഞ്ഞ് ചോദിച്ചു, അപ്പനും മോനും കൂടെ ആണല്ലോ ഇന്ന്. ഞാൻ പറഞ്ഞാണെന്ന് പറഞ്ഞു. ഇനി തള്ളയോട് പറയാൻ പോയാൽ പിന്നെ ആദ്യം മുതൽ പറയണം.
ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് യോഗത്തിൻ്റെ ഇത് പറഞ്ഞായിരുന്നു അപ്പനും മോനും ആയിക്കോട്ടെ. അപ്പം അങ്ങനെയൊക്കെ പറയുന്ന അതൊക്കെ ഇരിക്കട്ടെ, നല്ല നല്ല കാര്യം. അപ്പം ഇപ്പം എനിക്ക് 49 വയസ്സ്. എനിക്ക് തൃപ്തി വരാനുള്ളതിൻ്റെ പല കാര്യത്തിലും ഒരു കാര്യം പറയാം. ഈ 49 വയസ്സ് വരെ ഒരു തടസ്സവും കൂടാതെ ശ്വാസം എടുക്കാനും വിടാനും ദൈവം കൃപ ചെയ്തു. എന്തിനു നിരാശപ്പെടുന്നു? ഞാനിതൊക്കെ ഓർത്താ സന്തോഷിക്കുന്നതേ. എത്രയോ പേര്, കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും പ്രായമുള്ളവരും ഓക്സിജൻ വീട്ടിൽ തന്നെ വെച്ച് ജീവിക്കുന്നവരുണ്ട്. ദൈവം അവരെ വിടുവിക്കട്ടെ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്ത് ഭദ്രമായിട്ടാണ് നിന്നെ ദൈവം നടത്തുന്നത്, ഇല്ലേ? ഇതൊക്കെ അങ്ങോട്ട് ഓർത്തേ. ഇപ്പൊ ഈ യോഗത്തിനിടെ പറയുമ്പോൾ ഓർത്താ പോരാ, എപ്പോഴും ഓർക്കണം. ഇപ്പൊ യോഗത്തിനിടെ പറഞ്ഞപ്പോ മുതല വാ വിളിക്കും പോലെ ഇപ്പൊ മാത്രം ഇങ്ങനെ വെച്ചാ പോരാ. ഇത് കഴിയുമ്പോൾ ഇതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. ഒത്തിരി കാര്യമുണ്ട്, 1-2 കാര്യമൊന്നും ഓർപ്പിക്കുന്നേ ഉള്ളൂ. ഒത്തിരി ഉണ്ട്. എനിക്ക് ഈ വസ്ത്രം കഴുകി തേച്ച് സ്വന്തം കൈകൊണ്ട് ഇത് ധരിക്കാൻ ആരോഗ്യവും അവസരവും ദൈവം തരുന്നില്ലേ? എത്രയോ പേര് പരസഹായത്താൽ ആ വസ്ത്രം ധരിക്കുന്നേ? പറ. ഇതൊക്കെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്യേ. അല്ലെ, മുന്നിൽ കൊണ്ടുവെക്കുന്ന ഭക്ഷണം മറ്റാരുടെയും പരസഹായം കൂടാതെ കൈകൊണ്ട് വാരി തൃപ്തിയോടെ കഴിക്കാൻ ദൈവം ഭാഗ്യം തരുന്നില്ലേ? എത്രയോ പേര് അത്യാസന്ന നിലയിൽ കിടന്ന് ട്യൂബിനകത്തൂടെ, അതും അവരുടെ ആഗ്രഹം പോലൊന്നും കിട്ടുന്നുമില്ല, കൊടുക്കാനും പറ്റത്തില്ല. ആഗ്രഹം കാണും, മനസ്സിലായോ? അതൊക്കെ വെച്ച് നോക്കുമ്പം ഇപ്പൊ ഉദാഹരണം നിങ്ങൾ പറയാം, അതിന് കൊച്ചമ്മേനെ മാത്രം കളത്ത് നിന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്താന്നേലും ഈ സ്റ്റെപ്പ് കയറി ഇവിടെ വന്നിരിക്കാൻ ദൈവം സാവകാശം തന്നില്ലേ? ഇതൊക്കെ വലിയ ഭാഗ്യമാ, വലിയ ഭാഗ്യമാ. ഇതൊക്കെ ഓർക്കുമ്പം അധികമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്ത്. മക്കളെ കണ്ടത് ഒരു ഭാഗ്യമാ, കൊച്ചുമക്കളെ കാണുന്നത് കുറച്ചുകൂടെ ഭാഗ്യമാ. ഞാൻ പറയാറുണ്ട്, ഈ ചെറുപ്പക്കാരെക്കാളും കൂടുതൽ ദൈവത്തെ സ്തുതിക്കേണ്ടത് പ്രായമുള്ളവരാ. അതിന് കൊച്ചുങ്ങളെ കാണുമ്പോൾ അധികമായിട്ട് സ്തുതിക്കണം. കാരണം യോസേപ്പിന്റെ മകനാകുന്ന, മനശ്ശെയുടെ മകനാകുന്ന മാഗീരിന്റെ മക്കളും യോസേപ്പിന്റെ മടിയിൽ വളർന്നെന്ന. മക്കളെ കാണുന്ന ഒരു ഭാഗ്യമാ, കൊച്ചുമക്കളെ കാണുന്ന വലിയ ഭാഗ്യമാ. ഇതൊക്കെ കാണുമ്പോൾ അധികമായി ദൈവത്തെ മഹത്വപ്പെടുത്തണം. അങ്ങനെ ഓർത്ത് എന്തെല്ലാം കാര്യങ്ങളാ. പിന്നെന്തിനാ നിരാശപ്പെടുന്നേ? അല്ല, വാടകയ്ക്കാന്നേലും അല്ലാതാന്നേലും കയറി കിടക്കാൻ ഇടമുണ്ടല്ലോ. തലചായ്ക്കാൻ എത്രയോ പേര് തലചായ്ക്കാൻ ഇടവില്ലാതെ എത്രയോ പേര് ഇവിടെ ഇത്ര കാർഡും ഒക്കെ ആയിട്ട് നിൽക്കുന്ന കാണാം. എന്തോ അതിന് പറയാനേ, എന്തോ ഹോംലെസ്സോ? ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, അതെല്ലാം നമ്മളെ യോഗം തിരികല്ലേ. തെറ്റിയോ ഞാൻ പറഞ്ഞേ? എന്താ പറഞ്ഞു, ഇംഗ്ലീഷൊക്കെ പറയാൻ തുടങ്ങിയല്ലോ എന്ന്. ഞാനും 2 പറയട്ടെ. ദൈവത്തിന് മഹത്വം. അല്ല, അവരെയൊക്കെ വെച്ച് നോക്കുമ്പോ എന്ത് ഭദ്രമായിട്ടാ ദൈവം നമ്മെ നടത്തുന്നേ. സ്തോത്രം, സ്തോത്രം. വാഹനം ഓടിക്കാൻ ദൈവം കൃപ തരുന്നില്ലേ? എനിക്കാണെങ്കിൽ ആരെയും പരസഹായം ഇല്ലാതെ ഒക്കത്തില്ല. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ആലപ്പുഴ ജോർജ് കുട്ടി പാസ്റ്ററുടെ സഹധർമ്മിണിയുടെ ഒക്കെ ചെന്നു. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് പ്രായം? പറഞ്ഞു 87 കഴിഞ്ഞു. ആരാധനയ്ക്ക് പോകും. എങ്ങനെയാ പോകുന്നത്? ഞാൻ വണ്ടി ഓടിച്ചാ പോകുന്നെന്ന്. 87 കൊല്ലു മഹാ